ചിക്കൻ നൂഡിൽസ് ആയാലും വെജിറ്റബിൾ നൂഡിൽസ് ആയാലും നൂഡിൽസ് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നൂഡിൽസ് ചേർത്ത് കൊടുക്കുക. നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നൂഡിൽസ് ഒന്ന് സോഫ്റ്റ് ആവില്ലേ, ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൂഡിൽസ് നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളം മേലെ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ മേലെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. നൂഡിൽസ് വെന്ത് കുഴഞ്ഞു പോകാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് അടിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഡീപ്പ് ഫ്രൈ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് അണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് വേവിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസിലേക്ക് ഈ സോസ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം നൂഡിൽസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ നമ്മളുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ നൂഡിൽസ് റെഡിയാവും.